വയനാട് ലക്കിടിയിൽ ടൂറിസ്റ്റ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. കർണാടകയിലെ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങളാണിത്. എം കമൽ വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും. കമൽ, കർണാടക സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. കമലിനും ആദ്യം പങ്കുവെക്കേണ്ടി വരുന്നത് ഒരു അപകട വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ഗുരുതരമായ പരിക്കൊന്നും ആർക്കും ഏറ്റിട്ടില്ലല്ലോ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ആർക്കും? പൂജ, ഏറ്റവും ആശ്വാസകരമായ കാര്യം അതാണ്. എല്ലാവർക്കും നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പുലർച്ചെ 3:30 ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ലക്കിടി വെറ്ററിനറി സർവകലാശാലയ്ക്ക് സമീപത്ത് വലിയ താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. കർണാടകയിലെ മൈസൂർ കുടക് ജില്ലയുടെ അതിർത്തിയിലുള്ള ഹാരനഹള്ളി എന്ന സ്ഥലത്തെ KPS ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. 47 വിദ്യാർത്ഥികളും 9 അധ്യാപകരും ഒരു കുക്കുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇവരെ ആദ്യം തന്നെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആർക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ എന്നാൽ കൈക്ക് പൊട്ടൽ, ചെറിയ ഫ്രാക്ചർ ഉണ്ടെന്ന് സംശയമുള്ള 2 പേരോട് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല. ശരി, വയനാട്ടിലുണ്ടായ അപകടത്തിൽ ആശ്വാസകരമായ വിവരമാണ്. ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നുള്ളവരാണ്, അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ബസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു, അതിൽ ഗുരുതരമായ പരിക്ക് ആർക്കും ഒന്നുമില്ല. എം കമലാണ് വിവരങ്ങൾ നൽകിയത്.